കാര്യത്തിലുള്ള ഞാൻ വേറെ ഏത് രാഷ്ട്രീയ പോയിന്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിന്ന് പ്രതികരണം ഞാൻ ആഗ്രഹിക്കുന്നു. SIR-ന്റെ കാര്യത്തിൽ സാധ്യമായതെല്ലാം ഈ സംഘടനകൾ ഈ മണ്ണിൽ ചെയ്തിരിക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം. പ്രഖ്യാപനം മാത്രമല്ല, അതിന്റെ നടപടികൾ. അത് വലിയൊരു നെസസിറ്റിയാണ്. അത് വലിയൊരു ശരിക്കൊരു അവകാശത്തെ കവരാൻ ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ ഏർപ്പാട്. പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ഇതിന്റെ അപകടങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. പാർലമെന്റിനകത്തും പുറത്തും ബീഹാർ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയ പോരാട്ടം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു ഭരണകൂടവും അതിന്റെ സംവിധാനങ്ങളും മുഴുവൻ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കോടതികൾ പോലും, നിങ്ങൾ ആലോചിക്കണം, കോടതികൾ പോലും മൂകസാക്ഷിയായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഇറങ്ങി നിൽക്കുന്ന ചെറുത്തുനിൽപ്പല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. എളുപ്പമുള്ളൊരു ജോലിയല്ല അദ്ദേഹം ഏറ്റെടുത്തത്. എളുപ്പമുള്ളൊരു ജോലിയല്ല അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ആ കണക്കുകൾ വ്യക്തമാക്കി. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട കടലാസ് അല്ലാതെ ഒരു ഡിജിറ്റലായി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സ്കാൻ പ്രിന്റബിൾ ആയിട്ടുള്ള ഒരു കഷ്ണം പേപ്പർ പോലും കൊടുക്കരുതെന്ന ശാഠ്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഒരു ഡിജിറ്റൽ കോപ്പി ആ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടോ വോട്ട് ചെയ്തവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോ കൊടുക്കരുതെന്ന് അവർക്ക് വാശികളാവുന്നു. വെബ്സൈറ്റുകളിൽ നിന്ന് അത് നീക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, 7 മീറ്റർ ഉയരത്തിൽ കടലാസുകൾ മാത്രം ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ കടലാസിലുള്ള ഡീറ്റെയിൽ അതിന്റെ ഏറ്റവും താഴെയുള്ള പേപ്പറിലും വരെ ഉണ്ടോന്നും ഹ്യൂമൻ വെരിഫിക്കേഷൻ നടത്തേണ്ടി വന്നിട്ട് 40 ആളുകൾ 4 മാസത്തിലധികം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി നടത്തിയ പാട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഡീറ്റെയിൽ. ഇത്രയും സാങ്കേതിക വിദ്യ വളർന്ന ഒരു രാജ്യത്ത്